നമുക്കേ അപ്പോൾ ആ ഫ്രോക്ക് അടിക്കാം. ഞാൻ ആ 3.5 ഇഞ്ചിൽ വെട്ടി വെച്ച പീസിനെയാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ മടക്കി അടിക്കുന്നത്. 4 ഇഞ്ചിൽ നമുക്ക് 3.5 ഇഞ്ച് പീസ് രണ്ടാക്കി മടക്കുമ്പോൾ നമുക്ക് 1.25 ഇഞ്ച് വരും. ആ 1.25 ഇഞ്ചിൽ 4 ഇഞ്ചിനെയാണ് നമ്മൾ പിന്നെ തയ്യൽ തുമ്പായിട്ട് എടുത്തിരിക്കുന്നത്. ആ 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ 1.5 ഇഞ്ച് പീസ് നമുക്ക് പിന്നെ സ്ട്രാപ്പായിട്ട് കിട്ടും. അപ്പോൾ ആ 4 ഇഞ്ച് ഞാൻ ഉള്ളിൽ ആണ് അടിക്കുന്നത്. ഉള്ളിൽ അടിച്ചിട്ട് ഞാനത് തിരിച്ചിടുകയാണ്. നമ്മൾ നല്ല വീതിയുള്ളതായതുകൊണ്ട് നമ്മളൊരു വിരൽ വെച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പുറത്തേക്ക് അങ്ങ് തള്ളിയാൽ മതി, അതങ്ങ് പുറത്തേക്ക് വന്നോളും. അപ്പോൾ അത് ഈസി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് നല്ല വീതിയിൽ തയ്ച്ചതായതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് കിട്ടും. അപ്പം പിന്നെ ഈ 2 പീസ് നമ്മളത് തിരിച്ചിട്ടെടുത്തിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഉള്ളിലേക്കാക്കിയിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഞാനിത് അയൺ ചെയ്തിട്ടില്ല, കോട്ടൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അയൺ ചെയ്യാഞ്ഞത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ വെക്കുമ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ നിന്നോളൂ. അതുകൊണ്ടാണ് ഞാനത് അയൺ ചെയ്യാഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പിന്നെ ടക്ക് പിടിക്കണം. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഓരോ ടക്ക് ഇടുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ടക്കും ബാക്കിൽ ഞാനൊരു 1/4 ഇഞ്ചിൻ്റെ ടക്കുമാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ അകലം, ടക്ക് ഇടാനുള്ള അകലം ഞാൻ 4 ഇഞ്ചും പിന്നെ ഇറക്കം ഞാൻ 4 ഇഞ്ചും, രണ്ടും 4 ഇഞ്ച് തന്നെയാണ്. ഇറക്കവും അകലവും 4 ഇഞ്ചാണ്. പിന്നെ നമ്മൾ 13.5 ഇഞ്ചേ ഉള്ളൂ നമ്മുടെ ബോഡി ഇറക്കം. അപ്പോൾ അതുകൊണ്ട് 4 ഇഞ്ചിൻ്റെ ഒരു ടക്ക് മതി, കറക്റ്റായിരിക്കും. അപ്പോൾ ഇനി അത് നമ്മൾ ആ മാർക്കൊന്ന് പുറത്തേക്കൊന്ന് പിന്നെ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ സൂചി വെച്ചൊന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ 4 പീസിൽ നമുക്ക് ആ മാർക്ക് വന്നോളൂ. അന്നേരം നമുക്ക് പിന്നെ അത് തയ്ക്കാൻ ഈസി ആയിരിക്കും. ആ ടക്കിൻ്റെ അവിടെ ഒരു ചെറിയൊരു നോച്ചും കൂടെ കൊടുത്താൽ നമുക്ക് പിന്നെ അത് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, ഇത് എവിടെയാണ് അളവെന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളത് ആ മാർക്കൊന്ന് ചെയ്തേക്കുക. ആ സൂചീൻ്റെ ആ കുത്ത് വന്നിടം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ 4 പിന്നെ ടക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പിന്നെ ടക്ക് ഇടുകയാണ്. പിന്നെ 1/2 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിൽ ടക്ക് ഇടുന്നത്. അപ്പം നമുക്കൊരു 2 ഇഞ്ച് നമുക്ക് അവിടെ ഷേപ്പായിട്ട് നമുക്ക് ആ ടക്കിൽ കിട്ടും. പിന്നെ ഇപ്പം ഇവിടെ 1/2 ഇഞ്ചെന്ന് പറയുമ്പോൾ നമ്മളത് മടക്കി വെച്ചിട്ട് 1/2 ഇഞ്ചാണ്. അന്നേരം അത് പിന്നെ നിവർത്തുമ്പോൾ 1 ഇഞ്ച് ഉണ്ടാവും. അതേപോലെ അപ്പുറത്തെ സൈഡും കൂടി ആകുമ്പോൾ 2 സൈഡിലും കൂടെ ആകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് നമുക്ക് അവിടെ ഷേപ്പ് കിട്ടും. അപ്പോൾ ആ 2 ഇഞ്ച് പിന്നെ നമുക്ക് പിന്നെ ടക്ക് വരുമ്പോൾ മുന്നിൽ നല്ല ഒരു ഷേപ്പായിരിക്കും. അപ്പം ഞാൻ ആ ബാക്കിൽ പിന്നെ ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നിവർത്തിയത്. പിന്നെ വിചാരിച്ച് വേണ്ട, രണ്ടും ഫ്രണ്ടും ബാക്കും തനിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് പിന്നെ ബാക്ക് പീസ് അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇടുന്നത്. പിന്നെ ഇതിന് നമുക്ക് കൈക്കുഴീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ടൈപ്പ് ഫ്രോക്ക് അടിക്കുന്നതിന് നമുക്ക് കൈക്കുഴീൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പിന്നെ കറക്റ്റായിട്ട് ആ സ്ട്രാപ്പിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളതങ്ങ് പിന്നെ വെച്ചാൽ മതി. അപ്പോൾ സ്ട്രാപ്പിൻ്റെ നീളം ഇനി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കൈക്കുഴീൻ്റെ ആവശ്യം വരും. സ്ട്രാപ്പിൻ്റെ നീളം കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഒരുപാടൊന്നും താഴേക്ക് ഇത് വരില്ല. ഒരു ടീനേജേഴ്സിനൊക്കെ ശരിക്കും ആ 5 ഇഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും. അത് കറക്റ്റ് പിന്നെ നമ്മളുടെ കൈക്കുഴീൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് നിൽക്കും, ഒരുപാടൊന്നും ലൂസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ടക്ക് ഇട്ട് കഴിഞ്ഞു, ബാക്കിൽ ഞാൻ ഇപ്പോൾ 4 ഇഞ്ച് ടക്ക് ഇടുകയാണ്. അപ്പോൾ ഈ പിന്നെ ബാക്കിൽ എന്തിനാണ് ആ 4 ഇഞ്ച് ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പുറകുവശത്ത് നമുക്കൊരു ചെറിയൊരു വളവുണ്ടല്ലോ, ആ വളവിൻ്റെ അവിടെ നമുക്കൊരു ലൂസ് ഉണ്ടാവും. അപ്പോൾ ആ ലൂസിനെ കുറച്ച് കൊടുക്കും നമ്മൾ ഈ പിന്നെ ചെറിയൊരു ടക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ 4 ഇഞ്ചിലാണ് നമ്മൾ ആ ടക്ക് പിടിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് അവിടെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടക്കിന് ഓരോ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. വേസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 കൂടെ 1 ഇഞ്ച് പിന്നെ നമ്മൾ ടക്കിനും കൂടി ഇട്ടിട്ടാണ് തയ്യൽ തുമ്പ് ഇട്ടത്. അപ്പോൾ ആ 1 ഇഞ്ചാണ് നമ്മൾ ഈ ടക്കിൽ പിടിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെൻറ്റർ മാർക്ക് ചെയ്യാണ്. എന്നുവെച്ചാൽ പിന്നെ നമ്മുടെ സ്ട്രാപ്പ് പിന്നെ ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പിന്നെ കറക്റ്റ് മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ 4 ഇഞ്ചിൽ ഞാൻ ആ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2ൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് 3 ഇഞ്ചാണ് ഞാൻ ഗ്യാപ്പ് വിടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. അപ്പം 3 ഇഞ്ച് അകലം പിന്നെ നമ്മൾ 2 സൈഡിലേക്കും, അപ്പം ഒരു സൈഡിൽ 3 ഇഞ്ച് മറ്റേ സൈഡിൽ പിന്നെ 3 ഇഞ്ച് ആകുമ്പോൾ മൊത്തത്തിൽ 6 ഇഞ്ച്. അപ്പം ഞാൻ 3 സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ 3 ഇഞ്ച് വീതം ഇട്ടു.
അപ്പോൾ അത് 6 ഇഞ്ചിൽ പിന്നെ മാർക്ക് ചെയ്യുന്ന കണ്ടിട്ട് നോക്കണ്ട, എന്താണെന്ന് വെച്ചാൽ അത് സെൻറ്ററിലാണ് 3 ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഞാനത് മാർക്ക് ചെയ്തത്. അപ്പം നമ്മുടെ ഗ്യാപ്പ് വരുന്നത്, ആ സ്ട്രാപ്പിനുള്ള ഗ്യാപ്പ് വരുന്നത് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 3 ഇഞ്ച് 3 ഇഞ്ചാണ്. അപ്പം നമ്മൾ ബാക്ക് പീസ് എടുത്ത് ആദ്യം വെച്ചു. ബാക്ക് പീസോ ഫ്രണ്ട് പീസോ ഏത് പീസ് വേണമെങ്കിലും വെക്കാം. നമ്മൾ എങ്ങനെയാണ് അത് വെക്കണമെന്ന് വെച്ചാൽ, ആദ്യം സ്ട്രാപ്പിനെ നമ്മൾ ഇങ്ങനെ പിന്നെ ആ 3 ഇഞ്ചിൻ്റെ പുറത്തേക്ക് 3 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ. എന്ന് വെച്ചാൽ 3 ഇഞ്ചിൻ്റെ പിന്നെ കഴിഞ്ഞ് നമ്മൾ കൈക്കുടീൻ്റെ ഭാഗത്തേക്ക് വേണം വെച്ച് കൊടുക്കാൻ, 3 ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു പിൻ ചെയ്ത് നമ്മൾ വെക്കുക. അതിൻ്റെ പുറത്തേക്ക് 2 പീസിൽ നമ്മൾ കറക്റ്റായിട്ട് ആ 3 ഇഞ്ച് ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ, ആ മാർക്കിൻ്റെ സൈഡ് ചേർന്ന് വേണം നമ്മൾ വെക്കാൻ. പിന്നെ 3 ഇഞ്ചിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് ചെറുതായി പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് 3 ഇഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് കൈക്കുഴി ഭാഗത്തേക്ക് വേണം നമ്മളത് വെച്ച് കൊടുക്കുക. 3 ഇഞ്ച് ആണ് നമ്മുടെ അവിടെ കറക്റ്റ് മാർക്ക് വരേണ്ടത്. അപ്പോൾ ആ സ്ട്രാപ്പ് അങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പീസിൽ നമ്മൾ ഒരു പീസ് എടുക്കുക, 2 ഇഞ്ച് പീസ്. അപ്പം നമ്മൾ ആ 2 ഇഞ്ച് പീസിന് പിന്നെ അപ്പം ഞാനത് ആദ്യം ഞാൻ പീസ് കാണിച്ചെങ്കിലും പിന്നെ ഞാൻ ആ വെട്ടുന്നതും കൂടെ ഒന്ന് ചേർക്കുകയാണ്. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ വേസ്റ്റ് പീസിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഓരോ പീസ് വെട്ടിയെടുക്കുകയാണ്. 2 ഇഞ്ച് പീസ് എന്തിനാണെന്ന് വെച്ചാൽ, അതിനെ 2ആക്കി നമ്മൾ മടക്കിയിട്ട് വെക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് നമുക്ക് ആ തയ്യൽ തുമ്പുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് കിട്ടുമല്ലോ. അപ്പോൾ ആ 1 ഇഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ പീസ് എടുക്കുന്നത്. ആ 2 ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ സ്ട്രാപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പിൻ ചെയ്ത് വെച്ചിടത്തേക്ക് നമ്മൾ ഈ പീസ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട്, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആ അവിടെ നമുക്ക് നല്ല ഒരു കട്ടി കിട്ടുകയും ചെയ്യും. നമ്മൾ ആ പീസ് വരുമ്പോൾ നമുക്ക് നല്ല കട്ടി കിട്ടുകയും ചെയ്യും. ആ നമ്മൾ വെക്കുന്ന ആ സ്ട്രാപ്പിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ ആ വെച്ച് കൊടുക്കുന്ന ആ ഒരു പടീൻ്റെ പീസിൻ്റെ വീതി 2 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 2ആക്കി മടക്കിയിട്ടാണ് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ പുറത്തേക്ക്, സ്ട്രാപ്പ് അപ്പോൾ ഉള്ളിലാണ്, അത് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ നമ്മൾ വെച്ച പീസിനെ ഒന്നും കൂടെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് അടിച്ചു കൊടുക്കുക. പ്രസ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ അപ്പോൾ അന്നേരമാണ് ഉള്ളിലേക്ക് നന്നായിട്ട് അത് മറിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് കട്ടിയും കിട്ടും. ആ ഫ്രണ്ട് നമുക്ക് ആ ചെസ്റ്റ് ഭാഗം നല്ല ഒരു ബലത്തിൽ നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണത്. ഇപ്പം നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് കുറച്ചൊന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് 2 പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ആ സ്ട്രാപ്പ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ആ വെച്ച പടീനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു പ്രസ് അടിച്ചേക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നല്ല കട്ടിയിൽ അവിടെ നിന്നോളൂ. അപ്പോൾ നമ്മൾ ആ ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ലൂസ് പോലെ തോന്നില്ല. അവിടെ ഒരു നല്ല സ്റ്റിഫായിട്ട് നല്ല ഇറുകി അവിടെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഗ്യാപ്പ് വരാൻ പാടില്ലല്ലോ. നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അയ്യോ കുനിയുമ്പം ലൂസായി കിടക്കുമോ എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊന്നും വരില്ല. നല്ല കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായി തന്നെ നിൽക്കും. എന്നിട്ട് ഇനി അടുത്ത പീസിൽ നമ്മൾ ആ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തില്ല, ആ 3 ഇഞ്ചിലേക്ക് നമ്മൾ വെച്ചിട്ട്, അപ്പോൾ അത് വെക്കുന്നത് കാണുന്നുണ്ടല്ലോ. മറ്റേ ഇപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൽ വെച്ചു, ഫ്രണ്ട് പീസിൽ നമ്മൾ വെച്ചതിനെ നിവർത്തി വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഇത് ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ ആ സ്ട്രാപ്പ് കുത്തി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ എങ്ങനെയാണ് ആ സ്ട്രാപ്പ് വെച്ച് തയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ ആ 2 ഇഞ്ച് പീസ് വെച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ ചെയ്യാണ്. അതേപോലെ തന്നെ അങ്ങ് തയ്ച്ച് ആ സ്ട്രാപ്പിൻ്റെ പുറത്തുകൂടെ തന്നെ നമ്മൾ ആ പടി വെച്ചിട്ട് നമ്മൾ തയ്ച്ചങ്ങ് എടുക്കുകയാണ്. അന്നേരം 2 വശവും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ തയ്യൽ തുമ്പിനുള്ളിലേക്ക് നമുക്ക് ആ സ്ട്രാപ്പ് പുറത്തേക്ക് ഇങ്ങനെ തയ്യൽ തുമ്പ് ഇങ്ങനെ തള്ളി നിൽക്കില്ല. നമുക്കത് നീറ്റായിട്ട് അത് ഉള്ളിൽ തന്നെ നല്ല സെക്യൂറായിട്ട് നിൽക്കും.
അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. നമ്മൾ ആദ്യം ഒന്ന് അടിക്കുന്നു, പിന്നെ ഒന്ന് പ്രസ് അടിക്കുന്നു, പിന്നെ ഒന്ന് മറിച്ച് വെച്ചിട്ട് നമ്മൾ ആ പടിയൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു 3 സ്റ്റിച്ച് അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നന്നായിട്ട് ആ സ്ട്രാപ്പ് നല്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഭയങ്കര ഈസിയായ കാര്യമാണ്. നമ്മളത് എങ്ങനെ ചെയ്യും എന്നൊന്നും ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. ചെയ്യണമെന്ന് മനസ്സിലുള്ളവർക്ക് ഈസി ആയിട്ടത് നടക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് കാര്യത്തിനും നമ്മളൊന്നൊരു മനസ്സ് വെച്ചാലാണല്ലോ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനത് തയ്ക്കുന്ന സമയത്ത് എൻ്റെ മോൻ്റെ കുട്ടിയുണ്ട് അവിടെ നിന്നിട്ട് അവൾക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവൾ ബഹളം ഉണ്ടാക്കി. അപ്പം ഞാനത് ശ്രദ്ധിക്കാതെ അടിച്ചപ്പോൾ ഞാൻ ആ സ്ട്രാപ്പിൻ്റെ പീസ് ഞാനത് മടക്കി വെച്ച് ഞാൻ പ്രസ് അടിച്ചു. അവളോട് വർത്താനം പറഞ്ഞുകൊണ്ട് അടിച്ചത് കാരണമാണ് കേട്ടോ ആ സ്ട്രാപ്പ് ഞാനതവിടെ പ്രസ് അടിച്ചു. അത് സ്ട്രാപ്പിൽ കൊള്ളാതെ വേണം അത് പ്രസ് അടിക്കാൻ. അപ്പോൾ അത് ഞാനത് ശ്രദ്ധിച്ചില്ല എന്നല്ല, അവളോട് അവൾക്ക് ഉടുപ്പ് വേണം, അവളുടെ അമ്മയ്ക്ക് ഉടുപ്പ് ക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. എൻ്റെ മെഷീൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ആ ശ്രദ്ധയിലാണ് ഞാനത് പ്രസ് അടിച്ചു. ഞാനത് അഴിച്ചിട്ടാണ് ഇപ്പം ഞാൻ രണ്ടാമത് ഞാനത് കറക്റ്റാക്കി ചെയ്തത് കേട്ടോ. അപ്പം കാണുന്നവർക്ക് കൺഫ്യൂഷൻ ആകരുത്, ഞാൻ ആ സ്ട്രാപ്പിൻ്റെ പുറത്തൂടെ ഞാനത് മടക്കി വെച്ച് അടിച്ചോ എന്നുള്ളത് കൺഫ്യൂഷൻ ആകരുത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം നമ്മളത് സ്ട്രാപ്പ് 2 പീസിൽ നമ്മൾ സ്ട്രാപ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതൊന്ന് ഇതിൻ്റെ ബോഡി പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ബോഡി പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. നമുക്കിനി അതിന് ലെയർ വെച്ച് കൊടുക്കണ്ടേ. ഓരോരോ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് വേണം നമുക്കിനി ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ ഈ വെട്ടിക്കളയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി ഇട്ടിരുന്നു. അപ്പം നമ്മൾ ബാക്കിലെ പീസാണ് ഞാൻ ആ 1 ഇഞ്ച് നമ്മൾ 4 ഇഞ്ച് പിടിച്ചപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് വീതം നമുക്കവിടെ എക്സ്ട്രാ വന്നല്ലോ. ആ എക്സ്ട്രാ വന്നതാണ് കേട്ടോ ഞാൻ വെട്ടിക്കളഞ്ഞത്. അല്ലാതെ അവിടെ നമ്മുടെ അളവിന് വ്യത്യാസം വന്നൊന്നുമല്ല. അപ്പോൾ ഫ്രണ്ട് ഓരോ ഇഞ്ച് പിടിച്ചപ്പോൾ അതവിടെ തീർന്നു. നമ്മൾ ബാക്കിൽ നമ്മൾ 4 ഇഞ്ച് പിടിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു എക്സ്ട്രാ വന്ന ആ 1/2 ഇഞ്ച് ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ആ ബോഡി പീസ് ഞാൻ സെൻറ്റർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീസ് എടുത്തു. ഫസ്റ്റ് പീസിനെ നമ്മൾ അതിന് സെൻറ്റർ എടുക്കുകയാണ്. ആ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് അതിനുള്ളിലേക്ക് എത്ര ഞൊറി കിട്ടുമോ എന്ന് വെച്ചാൽ അതേപോലെ നമ്മൾ ചെറിയ ചെറിയ ഞൊറി ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് അങ്ങ് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ഇപ്പോൾ സാധാരണ നമ്മൾ ചെറിയ ഞൊറി, അതിന് മാത്രമൊന്നും ഞൊറിയൊന്നും അധികം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ വെറും 34 ഇഞ്ച് വീതിയേ ഉള്ളൂ നമ്മുടെ ആ നൈറ്റി പീസിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് അത്രയേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിട്ടിരുന്നത്. ഇപ്പം കട്ടിങ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ 1.5 ഇഞ്ച് നമുക്ക് പിന്നെ അത് ചെസ്റ്റ് കറക്റ്റ് ആണോ എന്നൊന്നും അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ചെസ്റ്റ് അളവാണ് ഇട്ടിട്ടാണ് നമ്മൾ ആ 1.5 ഇഞ്ച് നമ്മളത് മാർക്ക് ചെയ്ത് നമുക്ക് പിന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മളങ്ങ് തയ്ച്ചാൽ മാത്രം മതി. നമ്മളവിടെ ചെസ്റ്റ് കറക്റ്റാണോ വേസ്റ്റ് കറക്റ്റാണോ ഒന്നും നോക്കണ്ട. നമ്മൾ വെട്ടിയപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ആ സൈഡും പിടിപ്പിച്ചു. ഫ്രണ്ടിൽ ഫസ്റ്റ് പ്ലേറ്റും പ്ലേറ്റും പിടിപ്പിച്ചു. ഇനി നമ്മൾ സെക്കൻഡാണ് ഇടാൻ പോണത്. ഫസ്റ്റ് ലെയറിൻ്റെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഞാൻ 3 പീസാണ് എടുത്ത് വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ കട്ടിങ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 പീസ് നമ്മൾ ആദ്യം എല്ലാ പീസിൻ്റെയും കൂടെ നമ്മൾ വെട്ടിയപ്പോൾ കിട്ടിയ ആ 2 പീസും അതിൻ്റെ കൂടെ നമുക്കൊരു എക്സ്ട്രാ 1 പീസ് കിട്ടി. അത് ആണ് ഞാൻ 3 പീസാണ് ഞാൻ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സെൻറ്റർ മുറിച്ചിട്ട് 2 പീസിലേക്കും എന്ന് വെച്ചാൽ ആദ്യത്തെ പീസിൻ്റെ കൂടെ അതിൻ്റെ ഒരു പകുതിയും രണ്ടാമത്തെ പീസിൻ്റെ കൂടെ മറ്റേ ബാക്കി പകുതിയും കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എക്സ്ട്രാ കിട്ടിയ പീസ് ഞാൻ അതിൻ്റെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ കട്ടിങ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെങ്ങനെയാണ് ആ പീസൊക്കെ കിട്ടിയത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കട്ടിങ് പോയിന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പം 2 പീസിൻ്റെയും കൂടെ ഞാൻ ബാക്കി വന്ന പീസിനെ ഞാൻ 2 ആക്കി മുറിച്ചിട്ട്
പിന്നെ രണ്ട് ലെയറും നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും 2 പീസ് വേണ്ടേ, ആ 2 പീസിലേക്ക് ഒരേപോലെ തന്നെ ഞാൻ ആ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചേർത്ത് കൊടുത്തിട്ട് അതിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതും ഇതേപോലെ നമ്മൾ ബോഡി പീസിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ പിടിപ്പിച്ചത് അതേപോലെ തന്നെ നമ്മളും കിട്ടുന്ന അത്രയും ഞൊറി വെച്ചിട്ട് നമ്മൾ സെൻറ്റർ പീസിൽ പിന്നെ ഇത് ഫസ്റ്റ് പീസിലേക്ക് നമ്മൾ സെക്കൻഡ് പീസ് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ ഞൊറിയേ ഇതിൽ കിട്ടുള്ളൂ, എന്ന് വെച്ചാൽ വീതിയില്ലാത്ത തുണിയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഞൊറിയേ കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്നത് നമ്മൾ അതിനുള്ളിൽ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മളങ്ങോട്ട് എടുത്തേക്കുക. അപ്പോൾ ആ കറക്റ്റ് മാർക്കിങ് കണ്ടോ, സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്, ആ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരുപാടൊന്നും തള്ളിപ്പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ആ പ്ലേറ്റ് ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പിന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് തന്നെ ഒരു 2-3 മാർക്കായിട്ട് ഇട്ടിട്ട് നിങ്ങൾ തയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയറും കഴിഞ്ഞു, സെക്കൻഡ് ലെയറും കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ലെയർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ തേർഡ് ലെയർ വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് കുറച്ച് നല്ല വീതിയായിട്ടുണ്ട്. ഇപ്പം നല്ല വീതിയായല്ലോ, കുറച്ചും കൂടെ നല്ലോണം പിന്നെ ആദ്യത്തേനേക്കാളും രണ്ടാമത്തേനേക്കാളും. അപ്പോൾ അതിനെ ഞാൻ എന്താക്കി ഒരു 4 പിന്നെ പീസാക്കി. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആ പിന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുക. 2 പീസാക്കുമ്പോൾ ഒരുപാട് നീളമാകും. അപ്പം നമുക്കിത് 4 പീസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ 4 പീസിലേക്കാകുമ്പോൾ നമുക്ക് കുറച്ചാണ് ഞൊറിയിടുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ 4 മാർക്ക് ഇട്ടു. ആ 4 മാർക്ക് ആകുമ്പോൾ നമുക്ക് പിന്നെ ഇത് സ്റ്റിച്ച് പിന്നെ നമ്മൾ ഓരോ പ്ലേറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് നോക്കിയിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പിന്നെ 4 പീസാക്കിയിട്ട് എടുത്തത്. അപ്പോൾ അതേ ആ പിന്നെ ഇതിൽ നമ്മൾ 3ാമത്തെ ലെയറിനുള്ള പീസ് നമ്മൾക്ക് ഒരേപോലെയുള്ള 4 പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 പീസ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിനെ നമ്മൾ 2 പീസ് വീതമാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പീസ് പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് 2 പീസ് കിട്ടിയതും കൂടെ ചേർത്തിട്ട് അപ്പോൾ മൊത്തം 4 പീസ് ഉണ്ട്. അതിന് ഞാൻ 2 പീസ് നമ്മൾ ചേർക്കുകയാണ്. 2 പീസ് ചേർത്തിട്ട് പിന്നെ ഈ 3ാമത്തെ ലെയർ ഇടുന്ന സമയത്താണ് നമുക്ക് കുറച്ചൊരു പിന്നെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വീതി കിട്ടും. അതിപ്പോൾ നമ്മൾ വേറെ തുണിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് തോനെ അധികം ആവും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കി 4ആക്കി മടക്കി വെച്ചിട്ട് ഞാൻ പിന്നെ മാർക്ക് ഇട്ടു. നമ്മൾ ആ പിന്നെ സെക്കൻഡ് ലെയറിനെ ഞാൻ 4ആക്കി മടക്കി വെച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഇതും ഞാൻ 4ആക്കി മടക്കി വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തു. അപ്പം 4 പീസാക്കി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേച്ച് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ അത് തീരുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കത് അത്ര വലിയൊരു കഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ ആ 4ആക്കി തന്നെ നമുക്ക് ചെയ്യാം. ഒരാൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെ അതാ കണ്ടില്ലേ, അപ്പോൾ അവൾക്ക് ബട്ടൺ വെച്ച് ഉടുപ്പ് അടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എവിടുന്ന് 2 ബട്ടണും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബോക്സ് എവിടെയോ തപ്പിയതാണ്. അപ്പോൾ അത് കൊണ്ട് തന്നിട്ട് അവൾക്ക് ആ ബട്ടൺ വെച്ചിട്ട് ഉടുപ്പ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക. പിന്നെ നമുക്ക് ഈ അവൾക്കാണ് ഉടുപ്പടിക്കുന്നതെന്ന് അറിയാം, അവളുടെ അമ്മയ്ക്കാണ് ഉടുപ്പടിക്കുന്നതെന്ന് അറിയാം. അതിനാണ് അങ്ങനെ നിന്ന് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്, തക്കുടൂന് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ 4 പീസിനെ നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ സെക്കൻഡ് ലെയറിൽ 4ആക്കി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ അതിൽ വെച്ച് കൊടുക്കുന്ന തേർഡ് ലെയറിൽ 4ആക്കി മാർക്ക് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഇടാൻ ഈസിയാണ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ആ 3 പീസും നമ്മൾ പിന്നെ ഇത് പ്ലേറ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ 3 പീസും പ്ലേറ്റ് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കും ചെയ്തെടുത്തു, സൈഡ് കൂട്ടി. ഇപ്പോൾ കണ്ടോ, തയ്ച്ചു കഴിഞ്ഞ ഡ്രസ്സാണ്. പിന്നെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ താങ്ക് യു.